ചേർത്തല പള്ളിപ്പുറത്തെ ഒരു വീട്ടുവളപ്പിൽ നിന്ന് 2 സ്ത്രീകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കിട്ടി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്തല പള്ളിപ്പുറത്തെ 9-ാം വാർഡിലെ ചെങ്ങുതറ വീട്ടിൽ സെബാസ്റ്റ്യനെ പ്രതിയാക്കി പോലീസ്. ഈ വീട്ടുവളപ്പിൽ നിന്നും 2 മൃതദേഹാവശിഷ്ടങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2017 കടക്കരപ്പള്ളിയിലുള്ള ബിന്ദു പത്മനാഭന് എന്ന 52 വയസ്സുകാരിയെ കാണാതെ പോയി എന്ന് പറഞ്ഞ് ഒരു പരാതി ലഭിക്കുന്നു. പട്ടണക്കാട് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അവരെപ്പറ്റി വിവരമൊന്നുമില്ല. ബിന്ദുവിന് 52 വയസ്സുണ്ട്. ആ കേസിനകത്ത് ബിന്ദുവായിട്ട് ഏറ്റവും അടുപ്പമുള്ള സെബാസ്റ്റ്യൻ എന്നയാളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പട്ടണക്കാട് പോലീസും കഴിഞ്ഞ ശേഷം അന്വേഷണം കുത്തിയതോട് സർക്കിളിനെ ഏൽപ്പിച്ചു. അയാൾ അന്വേഷണം നടത്തിയിട്ട് വലിയ പുരോഗതിയൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ജില്ലാ നാർക്കോട്ടിക് DYSPയെ കൊണ്ട് അന്വേഷിപ്പിച്ചു. ഇപ്പം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം. വർഷങ്ങളങ്ങ് നീണ്ടുപോയി. ഏകദേശം 8 വർഷത്തോളം എടുത്തിരിക്കുന്നു ഇപ്പോൾ. എങ്കിലും പോലീസിൻ്റെ തുടർച്ചയായ അന്വേഷണവും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു എവിഡൻസ്, വളരെ വൈറ്റലായിട്ടുള്ള എവിഡൻസ് ഇപ്പം കണ്ടെത്തിയത് വലിയ ഭാഗ്യമായി. കാരണം ബിന്ദു എന്ന സ്ത്രീയായിട്ട് 2003 മുതൽ സെബാസ്റ്റ്യന് നല്ല പരിചയവും അടുപ്പമായിരുന്നു. ചേർത്തല കടക്കരപ്പള്ളിയിൽ നിന്നാണ് ബിന്ദുവിനെ കാണാതെ പോയത്. 2003 മുതൽ അടുപ്പമുള്ള സെബാസ്റ്റ്യനെ സ്വാഭാവികമായിട്ട് പോലീസ് പല പ്രാവശ്യം ചോദ്യം ചെയ്തു. പട്ടണക്കാട് പോലീസും അതുപോലെ കുത്തിയതോട് സർക്കിൾ ഇൻസ്പെക്ടർ, പിന്നെ നാർക്കോട്ടിക് സെൽ DYSP, ഇവരൊക്കെ മുമ്പിൽ ഇയാൾ ഇന്നസെൻ്റാണ്, തനിക്ക് ഇത് അറിഞ്ഞുകൂടാ, അവരുമായിട്ട് അടുപ്പമുണ്ട് എന്ന് സമ്മതിച്ചു. പക്ഷേ നുണപരിശോധനയ്ക്ക് താൻ വിധേയനാകാം എന്ന് വരെ പറഞ്ഞു. ബിന്ദുവിൻ്റെ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം ബിന്ദുവിൻ്റെ വീടുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളത് സെബാസ്റ്റ്യനാണ്. ചേർത്തല പള്ളിപ്പുറം 9-ാം വാർഡിലെ അവിടെ ചെങ്ങുംതറ വീട്ടിലെ ആണ് സെബാസ്റ്റ്യൻ. അയാളെ ഇപ്പോൾ 1-ാം പ്രതിയാക്കി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും അധികം ബിന്ദുവുമായിട്ട് ഇടപെട്ട സെബാസ്റ്റ്യനാണ്. അത് തന്നെയല്ല, ബിന്ദുവിൻ്റെ പേരിൽ എറണാകുളം ഇടപ്പള്ളിയിലെ ഒരു ഭൂമി വ്യാജമായി പ്രമാണം ചെയ്ത് അത് വിറ്റ് പണം അടിച്ചുകൊണ്ട് പോയി സെബാസ്റ്റ്യൻ. അങ്ങനെ ആ കേസിനകത്ത് സെബാസ്റ്റ്യൻ 1-ാം പ്രതിയാണ്. അതിനകത്ത് ബിന്ദുവിൻ്റെ പേരിലാണ് വസ്തു വാങ്ങി കൈമാറ്റം ചെയ്യുന്നുള്ള രേഖ വ്യാജമായിട്ടുണ്ടാക്കി. അപ്പോൾ അങ്ങനൊരു ബന്ധം ബിന്ദുവുമായിട്ടും ഉണ്ട്. അതിനുശേഷം 2014 വർഷങ്ങളൊക്കെ മുന്നോട്ട് പോയി. ഈ സെബാസ്റ്റ്യനുമായിട്ടുള്ള അടുപ്പം ആണ് ബിന്ദുവിനെ കാണാതെ പോയതിന് കാരണമെന്ന് ബിന്ദുവിൻ്റെ സഹോദരൻ പ്രവീൺ കുമാർ പറഞ്ഞു. പ്രവീൺ കുമാർ 2017 ഒരു കേസും കൊടുത്തിട്ടുണ്ട്, ബിന്ദുവിനെ കാണാനില്ല. ബിന്ദുവിനെ കാണാനില്ലാതെ ബിന്ദുവിൻ്റെ മാതാപിതാക്കൾ മരിച്ച ശേഷം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. എങ്കിലും ഈ കേസിൽ പ്രവീൺ കൊടുത്ത പരാതിയിൽ സെബാസ്റ്റ്യനെ സംശയിച്ച് പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ അവർക്ക് കാണാതെ പോയപ്പം 2017 52 വയസ്സുമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാളെ കാണാതെ പോയതിലും സെബാസ്റ്റ്യന് എതിരായിട്ട് ആരോപണമുണ്ട്. അത് ഏറ്റുമാനൂരുള്ള ജയമ്മ എന്നൊരു സ്ത്രീയാൾക്കൊരു ബന്ധമുണ്ട്. ആ സ്ത്രീയെയും കാണാതെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കേസ് ജയമ്മയെ കാണാതെ പോയതിനെടുത്തിട്ടുണ്ട്. ഈ 2 കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ 2 പേരെ അടുപ്പക്കാരൻ സെബാസ്റ്റ്യനാണ്. അത് പള്ളിപ്പുറത്തെ 9-ാം വാർഡിൽ താമസിക്കുന്ന സെബാസ്റ്റ്യനെ തന്നെയാണ്. അയാൾ സാമ്പത്തികമായിട്ട് വളരെ മോശം കണ്ടീഷനിലായിരുന്നു. പക്ഷേ ഇപ്പം ഈ 2 പേരുടെ മരണത്തിന് ശേഷം സാമ്പത്തികമായിട്ട് അയാൾക്ക് നല്ല ഉയർച്ചയുണ്ടായി എന്നാണ് വാർത്തകൾ വരുന്നത്. എറണാകുളത്തെ ഇടപ്പള്ളിയിലെ ഒരു വ്യാജ പ്രമാണം ചെയ്തതിൽ ഇയാൾ 1-ാം പ്രതി ആയപ്പോൾ അതിനകത്ത് ബിന്ദുവിനെ ഉപയോഗിച്ചു. അതുപോലെ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിച്ചോ ഇല്ലയെന്ന് അറിയില്ല. ഇയാളെ ഇപ്പം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പം പല പ്രാവശ്യം ഇയാളെ ചോദ്യം ചെയ്തു. ഇതിനു മുമ്പ് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പട്ടണക്കാട് CI ഉൾപ്പെടെ ഉള്ളവരെ ചോദ്യം ചെയ്യുമ്പം അവർക്കൊക്കെ കൊടുത്ത മൊഴിയിൽ ഇപ്പം വളരെ വൈരുദ്ധ്യമുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇയാളുടെ വീട്, താമസിക്കുന്ന സ്ഥലവും പരിസരവും അവർ പരിശോധിച്ചു. അപ്പോഴാണ്
ചില മൃതദേഹ അവശിഷ്ടങ്ങൾ ആ ശരീരത്തിൽ അയാളുടെ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുവട്ടത്തു നിന്ന് ലഭിച്ചത് അതെല്ലാം കത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കത്തിച്ച അവശിഷ്ടങ്ങളാണ് ഇപ്പം കിട്ടിയത്. മനുഷ്യ ശരീരമാണ് എന്ന് വന്നിട്ടുണ്ട്. ഇത് എവിഡൻസ് ആക്ട് 27 പ്രകാരം വളരെ ഫെയ്റ്റലായ എവിഡൻസാണ്. കാരണം ആ ഒരു പ്രതിയുടെ സംസാരത്തിൽ ഇതുപോലെയുള്ള ഒരു കുറ്റസമ്മത മൊഴി നടത്തുമോ, അയാളുടെ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ സ്ഥലത്ത് മാന്തി നോക്കിയപ്പം ഒരു മനുഷ്യ ശരീരം കിട്ടിയാൽ തീർച്ചയായിട്ടും എവിഡൻസ് ആക്ട് 27 പരിധിയിൽ വരും. BSA എന്ന് പറഞ്ഞാൽ പുതിയ നിയമം അനുസരിച്ചാണെങ്കിൽ 23 ആണ് കൺഫെഷൻ ബിഫോർ എ പോലീസ് ഓഫീസർ. അപ്പോൾ അങ്ങനെ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം മൃതദേഹ അവശിഷ്ടം കിട്ടിയത്. എന്തായാലും വർഷങ്ങളെടുത്തെങ്കിലും അതിനൊരു തുമ്പ് കൊണ്ടുവന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. കാരണം ഇതുപോലെ മൺമറിഞ്ഞ് പലരും പോയിട്ടുണ്ട്, പലരെയും കൊന്ന് പല സ്ഥലത്തും മണ്ണിനടിയിലാക്കിയിട്ടുണ്ട്. അതിനൊന്നും എവിഡൻസ് ഒന്നും സാധാരണഗതിയിൽ പ്രതി കുറ്റസമ്മതം നടത്താതെ ലഭിക്കില്ല. എവിടെയാണ് കുഴിച്ചിട്ടെന്ന് അയാളല്ലേ പറയേണ്ടത്, നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ ദീർഘനാളത്തെ അന്വേഷണമാണെങ്കിലും ഇപ്പോൾ സെബാസ്റ്റ്യന് കുറ്റം സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ഇതുവരെ പറഞ്ഞു തന്നാൽ തന്നെ ഒന്ന് നുണപരിശോധനയ്ക്കൊക്കെ അയച്ചോ സാറേ, ഞാൻ ഇന്നസെൻ്റാണ്, ഇതിനകത്തൊന്നും ഞാൻ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 2017 മുതൽ ആ പറച്ചിലങ്ങ് നടക്കുകയാണ്. 8 വർഷത്തോളം അങ്ങനെ പറഞ്ഞു. ഇയാൾ പ്രതിക്കൂട്ടിലായി എന്ന് അയാൾക്ക് ബോധ്യമായി. കാരണം ഇപ്പം അല്ലാതെ ഇതിനകത്തുനിന്ന് അയാൾക്ക് പിന്മാറാൻ കഴിയില്ല. എറണാകുളത്തെ കള്ളപ്രമാണം ചെയ്തതിനകത്ത് ഉപയോഗിച്ചത് ഈ ബിന്ദുവിനെ കൊണ്ടുപോയി അവിടെ കള്ളപ്രമാണം ചെയ്ത് ബിന്ദു വാങ്ങിച്ച് വിറ്റ ഒരു സ്ഥലമായിട്ടാണ് റെക്കോർഡ് ഉണ്ടാക്കിയത്. കേരളത്തിലെ പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ധാരാളം നടക്കുന്നുണ്ട്. അതിന് വിധേയമാകുന്ന പല സ്ത്രീകളും അപ്രത്യക്ഷമായി അവരെ കാണാനില്ലാതെയും വന്നിട്ടുണ്ട്. ഇവിടെ സെബാസ്റ്റ്യൻ ചെയ്തു അത് തന്നെ വേറെ പല സ്ഥലത്തും ഇതുപോലെ ഇവരെ ഉപയോഗിച്ചിട്ടുണ്ടാവും, അതിന് വല്ല പണം കൊടുത്തിട്ടുണ്ടാവും, ഇയാൾക്ക് ഇതെല്ലാം സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടും ഉണ്ടാവാം. പക്ഷേ ഇപ്പം കാണുന്നത് അങ്ങനെ ചെയ്ത പല ആൾക്കാരെയും സഹായിച്ച അല്ലെങ്കിൽ വ്യാജപ്രമാണം ചെയ്ത ഈ സ്ത്രീകളെ എന്തുകൊണ്ട് ഇയാൾ കൊന്ന് അവരെ മണ്ണിനടിയിലേക്ക് ആക്കുന്നു, ആ എവിഡൻസ് നശിപ്പിക്കുക എന്ന് ചോദിച്ചാൽ വേറെ പല സ്ഥലത്തും ഇയാൾ ഇതേ രീതി ചെയ്തിട്ടുണ്ടാവണം. അത് വെളിയിലോട്ടാവും എന്ന് ഇയാൾക്ക് ഭയം തോന്നുമ്പോഴാണ് അവരെ കൊന്നുകളയുന്നത്. തിരുവനന്തപുരത്ത് ഇവിടെ കേരള കഫേ എന്ന് പറഞ്ഞ ഒരാളെ ഇതുപോലെ കൊന്നു. ഈ 2-3 ആഴ്ച മുമ്പാണ് ആ സംഭവം. അയാളുടെ കഫേയിൽ നിൽക്കുന്ന ജോലിക്കാരെ അയാളെ വിളിക്കാൻ പോയപ്പോൾ അവർ കൊന്നു എന്നാണ്. അതത്ര വിശ്വസനീയമായിട്ട് അന്ന് പോലെ തോന്നുന്നില്ല. പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള തട്ടിപ്പുകൾ ധാരാളം നടക്കുന്നുണ്ട്. കാരണം ഇപ്പം ജവഹർലാലിലെ തിരുവനന്തപുരത്തെ ഒരു വസ്തു വിറ്റ് അതിനകത്ത് ഡോറ എന്ന സ്ത്രീ എന്ന് പറഞ്ഞ് വേറൊരു സ്ത്രീ വന്ന് അതേ രൂപത്തിലും ഭാവത്തിലും നടപ്പിലുമൊക്കെ വരുന്ന സിമിലാരിറ്റിയുള്ള സ്ത്രീയെ കൊണ്ടുവന്നു. അവരുടെ മകൾക്ക് ദാനം കൊടുക്കുന്നതായിട്ട്, വളർത്തുമകൾക്ക് ദാനം കൊടുക്കുന്നതായിട്ട് കേസുണ്ടാക്കി. ആ വളർത്തുമകൾ അത് വിറ്റു. അതിൻ്റെ പണം കൊണ്ട് ആൾക്കാർ പോയി കിടക്കുന്നു. കോടിക്കണക്കിന് രൂപ, 3-3.5 കോടി രൂപയുടെ പണം കൊണ്ടും അതിനകത്ത് ഇൻവോൾവ് ചെയ്ത ഇതുപോലെയുള്ള കൃത്രിമമായിട്ട് പ്രമാണം ചമയ്ക്കുന്ന, അതിന് കൂട്ടുനിൽക്കുന്ന ചില ആധാരമെഴുത്തുകാരുമൊക്കെ ഉണ്ട്. അപ്പോൾ ജവഹർലാൽ കേസിലെ പ്രതിയെ ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് ശ്രീകണ്ഠേശ്വരം മണികണ്ഠനെ അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇത് കേരളത്തിലെ എല്ലായിടത്തും സർവ്വസാധാരണമാണ്. ഇതിനായിട്ട് വിധേയമായി അല്പം സാമ്പത്തിക നേട്ടം നേടുന്ന വ്യക്തികളെ, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവരെയൊക്കെ കൊന്നൊടുക്കുന്ന ഇതും കണ്ടു. അവർ പിന്നെ അവരെ ഭൂമി കാണില്ല. ആ എവിഡൻസ് അതേപടി നശിപ്പിക്കാനുള്ള ശ്രമം ഇവിടെ എന്തായാലും അത് പോലീസിൻ്റെ അടുത്ത് വിലപ്പോയില്ല. ആലപ്പുഴ പോലീസ് കൃത്യമായിട്ട് ആ 2 മൃതദേഹങ്ങൾ എവിടെയാണ് ഇട്ടതെന്ന്, ആ 2 പേരെ കാണാതെ പോയവർ ഇയാളുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ കുഴിച്ചിട്ടതായിട്ടാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ഏതായാലും നല്ലൊരു ഡിറ്റക്ഷനാണ് ആലപ്പുഴ പോലീസിൻ്റേത്.